Bible Crown 2020. The Lena Risa family dedicates with the prayers Bible Crown 2020 for the promotion and propagation of the Word of God. Bible Crown 2020. ദൈവവചനത്തിന്റെ നാനാതലങ്ങളിലേക്ക് പ്രകാശം പരത്തുന്ന ബൈബിൾ ക്രൗൺ 2020 പ്രേക്ഷകരെ ദൈവാനുഭവങ്ങളാൽ പ്രശോഭിതമാക്കട്ടെ. മാനാഷ് മാത്യു, ജിൻസി മാത്യു ആൻഡ് ഫാമിലി, ന്യൂയോർക്ക്. ദൈവത്തിന്റെ തിരുവചനം പഠിക്കുവാൻ, പഠിപ്പിക്കുവാൻ, ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ബൈബിൾ ക്രൗൺ 2020. ബൈബിൾ ക്രൗൺ 2020. പ്രാർത്ഥിക്കും. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവാം ദൈവമേ, ഒരു പുതിയ എപ്പിസോഡിലൊക്കെ കടന്നു വരുവാൻ തക്കോണം ഞങ്ങളെ സഹായിച്ചിരിക്കുന്ന അവിടുത്തെ എല്ലാ കൃപകൾക്കായിട്ടും കരങ്ങൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന മത്സരാർത്ഥികളെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ പൂർണ്ണമാക്കുവാൻ സഹായിക്കണമേ. അങ്ങയിലെ കൊണ്ട് ശുശ്രൂഷ നയിക്കുവാൻ ഇടയാക്കി അനുഗ്രഹിക്കുകയും ചെയ്യണം. അവിടുത്തെ നാമം മോഹപ്പെടുവാനും അവിടുത്തെ വചനത്തിൻ്റെ പൊരുൾ ലോകമെമ്പാടും അനേക കാര്യങ്ങൾക്ക് ഈ ശുശ്രൂഷ മനസ്സിലാക്കുവാൻ തക്കോണം സഹായിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിക്കുന്നു. കൃപയുടെ പോരാടണമേ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താൽ പ്രിയ സ്നേഹിതരെ, ആദ്യമായി ലോകമെമ്പാടും ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വേൾഡ് ടെലിവിഷൻ പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. ബൈബിൾ ക്രൗൺ 2020 ഈ പുതിയ സ്റ്റേജിലേക്ക്, അതായത് ഒലിവ് സ്റ്റേജിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ആദ്യ സ്റ്റേജായ ഈഡൻ സ്റ്റേജിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മത്സരാർത്ഥികളാണ് ഇവിടെ ഇപ്പോൾ മത്സരിക്കുന്നത്. ഇവരെയൊക്കെയും കഴിഞ്ഞ സ്റ്റേജിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആദ്യമായി സ്കോർ കീപ്പേഴ്സ് മിസ്സസ് രാജിയെയും മിസ്സസ് ലീനയെയും കർത്തനാമത്തിൽ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ബ്ലസി സായണ, ടീന ദാസ് ആൻഡ് സൗമ്യ ശാലിൻ, നിങ്ങളെയും ഈ എപ്പിസോഡിലേക്ക് കർത്തനാമത്തിൽ സ്വാഗതം ചെയ്യും. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ പ്രിപ്പറേഷൻ ബ്ലസ്സി? കുഴപ്പമില്ലായിരുന്നു. കഴിഞ്ഞതിനെക്കാട്ടിലും കുറച്ചും കൂടെ ബൈബിൾ വായിച്ച് കൂടുതൽ അർത്ഥം മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു അല്ലേ? അപ്പോൾ പ്രിപ്പയർഡാണ് ഓൾമോസ്റ്റ്. കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡ്, കഴിഞ്ഞ സ്റ്റേജ് എങ്ങനെയുണ്ടായിരുന്നു? അത് എൻജോയ് ചെയ്തോ? വളരെ പ്രയാസമായിട്ട് തോന്നിയോ? വന്നു പോയല്ലോ എന്ന് തോന്നിയോ? പല ഒന്നിലും ഉണ്ടാവുമല്ലോ. സന്തോഷമുണ്ടായിരുന്നു. കൂടുതൽ അറിഞ്ഞൂടാത്ത കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി അറിയാനായിട്ട് സാധിച്ചു. പിന്നെ ക്വസ്റ്റ്യൻസ് എളുപ്പമായിരുന്നു, അത്ര കുഴപ്പമില്ലായിരുന്നു, ചിലതൊക്കെ പാടായിരുന്നു. അങ്ങനെ ഇതൊരു മത്സരത്തെക്കാൾ ഉപരി സുവിശേഷപരമായിട്ട് ഒരു പ്രവർത്തനം കൂടിയാണെന്നുള്ളത് ബോധ്യമായോ? മനസ്സിലായി. ലോകത്തിലെ അനേക രാജ്യങ്ങളിൽ അനേകർ ദൈവവചനത്തിലേക്ക് ആകർഷിക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ കൊച്ചു പ്രയത്നം മുഖാന്തരമാകുന്ന വിശ്വാസമുണ്ടായിരുന്നു. വിശ്വസിക്കുന്നു. അവർ ദർശനം ഉൾക്കൊണ്ടു. വെരി ഗുഡ്. ഈ പ്രാവശ്യം അത് തന്നെ നാം മുൻപോട്ട് പോവുകയാണ്. ഓൾ ദി ബെസ്റ്റ് ബ്ലെസ്സി. യെസ് ടീന, പറയൂ. ഇപ്രാവശ്യം കൂടുതൽ റെഫർ ചെയ്യാൻ പറ്റി. അതെ, കഴിഞ്ഞ പ്രാവശ്യം അത്ര പ്രിപ്പയർഡ് അല്ലായിരുന്നു. അപ്പം ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അതെ, അതെല്ലാം ഇച്ചിരിയുടെ ടെൻഷൻ കുറവായിട്ട് ഇപ്രാവശ്യം ടെൻഷനില്ല, കുറഞ്ഞു. ടെൻഷൻ്റെ ആവശ്യമില്ല. നമ്മളൊരു മത്സരത്തെക്കാൾ ഉപരി ഇതിനെ നാം കാണേണ്ടത് ദൈവത്തിൻ്റെ ഒരു ശുശ്രൂഷയായിട്ടൊരു വേലയായിട്ടാണ്. കാരണം ലോകത്തിൽ ആരൊക്കെ എവിടെയെല്ലാം ഇത് കാണുന്നുണ്ടോ? നമ്മളറിയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെയൊക്കെയും നമ്മൾ മറ്റു കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്. ദൈവവചനത്തെക്കുറിച്ച് ചോദ്യം, ഒരുപക്ഷെ നിങ്ങൾ മറുപടി പറഞ്ഞു, ഞാൻ അതിന് മറുപടി പറയുന്നു. ചില പുതിയ ഉൾക്കാഴ്ചകൾ അനേകർക്ക് പകരുവാൻ നിങ്ങളുടെ മറുപടിയും ഈ പ്രവർത്തനവും മുഖാന്തരമാകും. അപ്പോൾ ദൈവവചനത്തിൻ്റെ മഹത്വത്തിനും അതിൻ്റെ മഹിമയ്ക്കും വേണ്ടിയാണ് ഈ പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ഭാഗമാകുമ്പോൾ ഇത് സുവിശേഷീകരണത്തിൻ്റെ ഒരു ഭാഗമാണ്. സോ ദാറ്റ്സ് വൈ യു ഷുഡ് ബി ഹാപ്പി. ഓൾ ദി ബെസ്റ്റ്. യെസ് സൗമ്യ, പറയൂ. കഴിഞ്ഞ തവണത്തേക്കാളും ബൈബിൾ കൂടുതൽ വായിക്കാൻ സാധിച്ചു. ഇനിയും തുടർന്ന് വായിച്ചുകൊണ്ടേ ഇരിക്കണം. കോമ്പറ്റീഷൻ ഇപ്പം 3-4 സ്റ്റേജൊക്കെ, ഇത് 9 സ്റ്റേജുള്ളൊരു മത്സരമാണ്. അപ്പോൾ വായന തുടർന്നുകൊണ്ടൊരു സ്റ്റേജ് കഴിഞ്ഞാലും പിന്നെയും വായിച്ചുകൊണ്ടേയിരിക്കണം. ബൈബിൾ വായന നമ്മുടെ നിത്യ അഭ്യാസമായിട്ട് മാറണം.
റൈറ്റ്. അപ്പോൾ കൂടുതൽ പ്രിപ്പയർഡാണ്. 3 പേരും നല്ല സോളിഡായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? ഗുഡ്, ദാറ്റ്സ് വെരി ഗുഡ്. സോ ഓൾ ദി ബെസ്റ്റ് സൗമ്യ. നമ്മുടെ ഈ സ്റ്റേജിൻ്റെ ഒലിവ് സ്റ്റേജിൻ്റെ ഘടനയിൽ ഒരു ചെറിയ മാറ്റമുണ്ട്. ഈ സ്റ്റേജിൽ ഒരു പുതിയ റൗണ്ട് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പ്രൈസ് റൗണ്ട്. അത് ഓൾറെഡി നിങ്ങളെ അറിയിച്ചിരിക്കും ഞാൻ കരുതുന്നു. അപ്പോൾ പ്രൈസ് റൗണ്ടിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കാനൊരു അവസരം മത്സരാർത്ഥികൾക്ക് നൽകുകയാണ്. നിങ്ങളുടേതായിട്ടുള്ള ആ പാട്ടുകൾ, സ്തുതികൾ, പ്രൈസസ്, അത് തീർച്ചയായും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അത് കേൾക്കുന്ന ശ്രോതാക്കളിൽ എന്തെങ്കിലും പ്രതികരണം ഉണ്ടാക്കുവാൻ കഴിയും. റൈറ്റ്. അതോടൊപ്പം ഇങ്ങനെയൊരു മത്സരത്തിൽ വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. ദൈവത്തിന് സ്തുതിയല്ല നമുക്ക് എന്ത് കൊടുക്കുവാൻ കഴിയും? ഇസ്രായേലിൻ്റെ സ്തുതികൾ വസിക്കുന്നവനാണ് അത്യുന്നതനായ യഹോവ. അപ്പോൾ അപ്രകാരം ഒരു കാഴ്ചപ്പാടിലേക്ക് ആണ് നിങ്ങളെ ആ ഒരു റൗണ്ടിലേക്ക് കടത്തിവിടുന്നത്. അതിൽ സന്തോഷമുണ്ടോ? അപ്പോൾ പാട്ടിൻ്റെ സ്വരമാധുര്യത്തെക്കാൾ ഉപരിയായിട്ട് നമ്മൾ എങ്ങനെ പാടുന്നു? 2 രീതിയിൽ പാടാമല്ലോ. എങ്ങനെയൊക്കെ പാടുന്നു? ബുദ്ധിയിൽ പാടാം, പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് അപ്രകാരം ഒരു റൗണ്ട് കൂടി ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ നമ്മുടെ പഴയ റൗണ്ടുകൾ, ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ട്, ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ട്, അവിടെ എല്ലാം ചോദ്യങ്ങൾ ഇരട്ടിയാക്കിയിട്ടുണ്ട്. പഴയ നിയമ റൗണ്ടിൽ നമുക്ക് 6 ചോദ്യങ്ങളുണ്ട്. നേരത്തെ 3 ചോദ്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ പുതിയ നിയമ റൗണ്ടിൽ മാർക്കുകളും കൂട്ടിയിട്ടുണ്ട്. നേരത്തെ 4 മാർക്കായിരുന്നു, ഇപ്പോൾ 5 മാർക്കാണ് ഒരു ചോദ്യത്തിന്. അങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് ഈ റൗണ്ടിലുള്ളത്. ചോദ്യങ്ങളെല്ലാം അതിൻ്റെ ചുവയെല്ലാം ഏതാണ്ട് ഒരുപോലെയാണ്. കൂടാതെ നമ്മുടേതായിട്ടുള്ള മത്സരത്തിൻ്റെ ചോദ്യങ്ങളുടെ മൂല്യങ്ങളും അതുപോലെ തന്നെ. തെറ്റായ ഉത്തരത്തിന് -1 മാർക്ക്, ക്ലൂ വന്നാൽ -1 മാർക്ക്. ഓൾറൈറ്റ്, അങ്ങനെ പാസ് ചെയ്ത് പോവുക. ഓക്കെ, എല്ലാം ക്ലിയർ ആയല്ലോ. പിന്നെ ബൈബിൾ ബമ്പർ, ബസ് റൗണ്ട് എല്ലാം അതുപോലെ തന്നെ. സ്കോർ കീപ്പേഴ്സ്, ആർ യു റെഡി? Ready? Shall we go? So here we go to the first round. That is the Old Testament round. പഴയ നിയമ റൗണ്ട്. പഴയ നിയമ റൗണ്ടിൽ ആദ്യത്തെ ചോദ്യം ആരാണ് ചോദിക്കേണ്ടത്? സൗമ്യ, ശാലൻ ഓർ ബ്ലസ്സി? നിങ്ങളൊരു തീരുമാനം എടുക്കുക. കൂട്ടുകാരാണോ? അതെ. അപ്പം പിന്നെ വളരെ എളുപ്പമായല്ലോ. പറയൂ. അങ്ങോട്ട് നോക്കുകയാണ് അല്ലേ? സൗമ്യ സ്റ്റാർട്ട് ചെയ്യട്ടെ. നോ പ്രോബ്ലം. വളരെ ഈസി ആയിട്ട് കിട്ടുന്ന മാർക്കാണ് ബ്ലസ്സിക്ക്. അതിപ്പോൾ സൗമ്യ കൂട്ടുകാരിക്ക് ദാനമായിട്ട് നൽകുകയാണ്. റൈറ്റ്. ഹിയർ വി ഗോ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദാനിയേലിനെ സിംഹക്കൂട്ടിലെറിഞ്ഞ രാജാവിൻ്റെ പേരെന്താണ്? രവേഷ്. രമേശോ? രവേഷ്. ദാര്യാവേശ്. ഉത്തരം വളരെ ശരിയാണ്. ഷീ ഗെറ്റ്സ് 5 മാർക്സ്. റൈറ്റ്. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കംസ് ടു ബ്ലസ്സി. ദാനിയേൽ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? സിംഹക്കൂട്ടിലിടാനൊരു കാരണമുണ്ടായി. ദാനിയേൽ പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. പക്ഷെ അത് എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? എരുശലേമിലേക്ക് തിരിഞ്ഞ് 3 ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിക്കുമായിരുന്നു. എരുശലേമിലേക്ക് തിരിഞ്ഞിട്ട് ദിവസവും 3 പ്രാവശ്യം എരുശലേമിൽ പോയി പ്രാർത്ഥിക്കുക. എരുശലേമിലേക്ക് തിരിഞ്ഞ് തൻ്റെ വാതിൽ എരുശലേമിലേക്ക് തിരിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും. തന്റെ വാതിൽ എരുശലേമിലേക്ക് തിരിച്ചു വെച്ച് 3 പ്രാവശ്യം പ്രാർത്ഥിക്കുകയായിരുന്നു. എരുശലേമിൻ തന്റെ കിളിവാതിൽ എരുശലേമിലേക്ക് തുറന്ന് 3 പ്രാവശ്യം പ്രാർത്ഥിക്കുമായിരുന്നു. Right, the answer is very right. Blessing gets another 5 marks. Yes. അതിനെക്കുറിച്ച് തന്നെ ടീനയോടും ചോദിക്കാം. ടീനയ്ക്ക് അതിനെക്കുറിച്ച് ദാനിയേലിനെ കുറിച്ചൊരു ചോദ്യം കിട്ടില്ലെന്നൊരു പരാതി വേണ്ട അല്ലേ? ചോദിക്കട്ടെ. ദാനിയേലിനെ സിംഹക്കൂട്ടിൽ എറിഞ്ഞതിന് ശേഷം രാജാവ് എന്ത് ചെയ്യുകയായിരുന്നു? ഉപവസിച്ചു. രാജാവ് ഉപവസിക്കുകയായിരുന്നു. The answer is very right. You get 5 marks for that. ടീന ദാസിന് 5 മാർക്ക് ലഭിക്കുകയാണ്. Alright. Again we come to സൗമ്യ. ആദ്യ ഓൾഡ് ടെസ്റ്റ്മെന്റ് എല്ലാവരും സ്കോർ ചെയ്തു. വെരി ഗുഡ്. യെസ് സൗമ്യ. യോസഫിനെ കൊല്ലാതെ കുഴിയിലിടുവാൻ പറഞ്ഞ സഹോദരന്റെ പേരെന്ത്? രൂബേൻ. Exactly right. Reuben. 5 marks for Soumya Shalin. Right. Next is Blessy. മറ്റു സഹോദരന്മാർ യോസഫിനെ എന്താണ് വിളിച്ചത്? ഇതാ സ്വപ്നക്കാരൻ വരുന്നു. ഇതാ സ്വപ്നക്കാരൻ വരുന്നു. അപ്പൊ വിളിച്ചത് എന്താണ്? ഇതാണോ സ്വപ്നക്കാരൻ? സ്വപ്നക്കാരൻ എന്നാണ് കറക്റ്റ് പറഞ്ഞത്. സ്വപ്നക്കാരൻ. 5 മാർക്സ് ഫോർ ബ്ലെസ്സി സേവന. ടീന. ഭൂമിയിൽ മഹാജലപ്രളയത്തെ ദൈവം അയച്ചപ്പോൾ നോഹയുടെ പ്രായം എന്തായിരുന്നു? 600 വയസ്സ്. 600 വർഷം. ശരിയായ മറുപടിയാണ്. ടീന ഗെറ്റ്സ് 5 മാർക്സ്. അഗൈൻ വി കം ടു സൗമ്യ. ജലപ്രളയം കഴിഞ്ഞ്
എത്ര വർഷം നോഹ ജീവിച്ചിരുന്നു? 350. 350. ഓ, റൈറ്റ് ആൻസർ. 350 ശരിയായ മറുപടിയാണ്. റൈറ്റ്. സോ ഷീ ഗെറ്റ്സ് 5 മാർക്സ്. ഓക്കെ, അടുത്ത ചോദിച്ചാൽ ബ്ലെസ്ഡ് അല്ലേ? ആ, നോഹയുടെ മൂത്ത മകൻ്റെ പേരെന്താണ്? ഷെയിം. ഷേം. 5 മാർക്സ്. ഓൾറൈറ്റ്. നോഹ പെട്ടകത്തിൽ കയറി, കുടുംബം കയറി. പെട്ടകത്തിന്റെ വാതിലടച്ചതാരാണ്? ദൈവം. ദൈവം. 5 marks again. So that's the right answer. So that comes to the end of the Old Testament round. Give me the mark list. Blessed Iona 15 marks. Blessed Iona 15 marks. Tina Das 15. Tina Das 15 marks. Soumya also 15. അപ്പോൾ സൗമ്യ ഓൾസോ 15. അങ്ങനെ യാതൊരു വിട്ടുവീഴ്ചയില്ലാത്തൊരു മത്സരമാണ്. Bible Crown 2020. അത്യുന്നതനായ ദൈവത്തിന് കോടാനുകോടി സ്തോത്രസ്തുതികൾ അർപ്പിച്ചുകൊണ്ട് എന്നെ അനുദിനം നയിക്കുന്ന എൻ്റെ ആത്മനാഥൻ യേശുവിൻ്റെ സാക്ഷ്യമായി പരിശുദ്ധാത്മാവിൻ്റെ വർണ്ണാതീതമായ കൃപകളാൽ പൂർണ്ണമാക്കപ്പെട്ട എളിയവനായ എൻ്റെ 300ാമത് ആത്മീയ ഗീതം ഉൾപ്പെടുന്ന സ്തോത്ര സോപാനമെന്ന ഗാനസമാഹാരം ദൈവനാമ മഹത്വത്തിനായി പ്രാർത്ഥനാപൂർവം ലോകമെമ്പാടുമുള്ള മലയാള ക്രൈസ്തവ സമൂഹത്തിന് സമർപ്പിക്കുന്നു. ക്രിസ്തീയ ഗാനചരിത്രത്തിൽ ഇതിഹാസതുല്യമായ 3.5 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് രചിച്ച് ഈണം പകർന്ന 300 ക്രിസ്തീയ കൂട്ടായ്മ ഗാനങ്ങൾ പൂർണ്ണമാകുന്ന അഭൗമമായ ആത്മീയ ഗാനോപഹാരം സ്തോത്ര സോപാനം. വരുവിൻ വരുവിൻ യഹോവയ്ക്കു പാട്ടു പാടുവിൻ. വരുവിൻ വരുവിൻ യഹോവയ്ക്കു പാട്ടു പാടുവിൻ. സ്തോത്രങ്ങളാൽ സങ്കീർത്തനങ്ങളാൽ യഹോവയിൻ നാമത്തെ ഘോഷിക്കുവിൻ. സ്തോത്രങ്ങളാൽ സങ്കീർത്തനങ്ങളാൽ യഹോവയിൻ നാമത്തെ ഘോഷിക്കുവിൻ. വരുവിൻ വരുവിൻ യഹോവയ്ക്കു പാട്ടു പാടുവിൻ. സ്തോത്രങ്ങളാൽ സങ്കീർത്തനങ്ങളാൽ യഹോവയിൻ നാമത്തെ ഘോഷിക്കുവിൻ. സ്തോത്രങ്ങളാൽ സങ്കീർത്തനങ്ങളാൽ യഹോവയിൻ നാമത്തെ ഘോഷിക്കുവിൻ. യഹോവ മഹാദൈവമല്ലോ, സകല ദേവന്മാർ മീതെ. യഹോവ മഹാദൈവമല്ലോ, സകല ദേവന്മാർ മീതെ. യഹോവ മഹാരാജാവാകുന്നു. യഹോവ മഹാരാജാവാകുന്നു. പരിശുദ്ധാത്മ നിറവിൽ തന്നിൽ നിറഞ്ഞ ആത്മീയമായ വരികളും ഈരടികളും 3.5 പതിറ്റാണ്ടോളം ദൈവജനത്തിനായി പകരുന്ന ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് രചനയും സംഗീതവും നിർവഹിച്ച 300 ക്രിസ്തീയ കൂട്ടായ്മ ഗാനങ്ങൾ പൂർണ്ണമാകുന്ന ആത്മീയ ഗാനോപഹാരം സ്തോത്ര സോപാനം. ആശ്രയം നീയെന്ന ഭയം നീയെ ആശ്രിത വത്സലനേശുവേ. ആശയറ്റോർക്കാശ്വാസം നീയെ ആരുമില്ലാത്തോർക്കെല്ലാം. ആശയറ്റോർക്കാശ്വാസം നീയെ ആരുമില്ലാത്തോർക്കെല്ലാം. എല്ലാം നീ മാത്രം, എല്ലാം നീ മാത്രം. ദൈവമഹത്വം വാഴ്ത്തിപ്പാടുവാൻ, അവൻ്റെ മഹത്വം പാടി സ്തുതിക്കുവാൻ, അവൻ്റെ നാമം മനസ്സിൽ നിറയ്ക്കുവാൻ, ഓരോ വിശ്വാസിക്കും അനുഗ്രഹമാകുവാൻ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് ക്രൈസ്തവ ലോകത്തിന് സമ്മാനിച്ച മലയാള ആത്മീയ ഗാനോപഹാരം സ്തോത്ര സോപാനം. കൂട്ടുകാരെ വരുവിൻ, ഒരു കഥ പറയാം. ദൈവത്തിൻ പുസ്തകത്തിൻ കഥ പറയാം. ദൈവത്തിന്റെ വചനത്തിൻ കഥ കേൾക്കുവിൻ. വിശുദ്ധ ബൈബിളിന്റെ കഥ തന്നെ. ദൈവത്തിന്റെ വചനത്തിൻ കഥ കേൾക്കുവിൻ. വിശുദ്ധ ബൈബിളിന്റെ
സോപാനം. സിഡികൾ തിരുവല്ല, കോഴഞ്ചേരി, തിരുവനന്തപുരം ബൈബിൾ ടവറുകളിൽ ലഭ്യമാണ്. സിഡികൾ തപാൽ മാർഗം ലഭിക്കുവാൻ ബന്ധപ്പെടുക. വെയിറ്റ് വേർഡ് സെന്റർ, PB നമ്പർ 4, വെമ്പായം PO, ട്രിവാൻഡ്രം 695615. ഫോൺ 9495998555. യഹോവയിൻ നാമം വാഴ്ത്തിപ്പാടും ഞാൻ. Bible Crown 2020. We'll come to the next round, New Testament round. Right? തയ്യാറാണോ? കഴിഞ്ഞ പ്രാവശ്യം നാം ആരംഭിച്ചത് സൗമ്യയിൽ നിന്നാണ്. സോ ദിസ് ടൈം ഫോർ ബ്ലസ്സി. റൈറ്റ്. പുതിയ നിയമത്തിലെ ഏറ്റവും ചെറിയ സുവിശേഷം ഏത് അധ്യായങ്ങൾ വെച്ചിട്ട്? മർക്കോസിന്റെ സുവിശേഷം. 5 marks ഫോർ ബ്ലസ്സി സയോണ. ടീനാദാസ്. ഇമ്മാനുവേൽ എന്ന പദം പഴയ നിയമ പ്രവാചകൻ ഉദ്ധരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഏത് പ്രവാചകൻ? യെശയ്യാ പ്രവാചകൻ. വളരെ ശരിയായ മറുപടിയാണ്. 5 marks. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ടു സൗമ്യ ശാലിൻ. ഇമ്മാനുവേലിന്റെ അർത്ഥം എന്താണ്? ദൈവം നമ്മോട് കൂടെ. കറക്റ്റ്. 5 marks ഫോർ സൗമ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫോർ ബ്ലസ്സി. ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ നിന്നുള്ള അവസാനത്തെ മൊഴി എന്ത്? It is finished. It is not finished. -1 mark for Blessy. Yes, Tina. പിതാവേ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. Very right. പിതാവേ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. 4 മാർക്ക്. ടീനയ്ക്ക് ഒരു ചോദ്യം കൂടിയുണ്ട്. യേശു ക്രൂശിൽ കിടക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞ അവസാനത്തെ മൊഴി, ഇതിന് മുൻപ് പറഞ്ഞത് എന്താണ്? നിവർത്തിയായി. യെസ്. 5 marks. റൈറ്റ്. സൗമ്യ, ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു ക്രിസ്തു എത്ര മൊഴികളാണ് പറഞ്ഞിരുന്നത്? 7 മൊഴികൾ. ശരിയായ മറുപടിയാണ്. 5 marks. That brings us to the end of the New Testament round. Give me the scorecard. Blessy Ziona at 4 marks. Yes. Tina Das at 14. Tina Das 14. And Saumya at 10. Saumya is 10. Bible Crown 2020. അല്ലിച്ചയ, ഈ ജോസഫ് സ്വപ്നം കണ്ട കാര്യം വേദപുസ്തകത്തിൽ എവിടെ എഴുതിയിരിക്കുന്നേ? എടിയത് മത്തായിയുടെ സുവിശേഷത്തിലല്ലയോ? ഹോ, അതല്ലിച്ചയ, ആ യാക്കോബിന്റെ മകന്റെ കാര്യം ഞാൻ ചോദിച്ചത്. എന്റെ അന്നാമ്മ, അത് തപ്പിപ്പിടിക്കാൻ ഒരുപാട് സമയം വേണം. മനുഷ്യന് വിശക്കുമ്പോഴാ അവിടെ ഒരു സംശയം. നിങ്ങള് വഴക്കടിക്കാതെ. അത് ഉൽപ്പത്തി 37 അധ്യായം 5 മുതലുള്ള വാക്യത്തിലാണ്. എടി പെണ്ണേ, എങ്കിലും നീ ഇതൊക്കെ എങ്ങനെ ഓർത്തു? ഓർക്കാനൊന്നും ഇല്ല അമ്മച്ചി. ഇന്നലെ എനിക്ക് സമ്മാനം കിട്ടിയ വേദപുസ്തകത്തിൽ നോക്കിയാ മതി. ഏത് വിഷയവും ഒരു നിമിഷം കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാ പുസ്തകം എടിയത്? വിശുദ്ധ സത്യവേദ പുസ്തകം. എന്നാ ഇതൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. മഹോദര രോഗമുള്ള മനുഷ്യനെ സൗഖ്യമാക്കിയത് എവിടാന്ന് പറ. ലൂക്കോസ് 14:4 മുതൽ. സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇച്ചയ, നമുക്ക് ഒരെണ്ണം വാങ്ങണം. 1 അല്ല 2 ഒന്ന് എനിക്ക്, ഒന്ന് നിനക്ക്. ബൈബിളിലെ ഏത് വിഷയവും എവിടെ എന്ന് ഒരു നിമിഷം കൊണ്ട് കണ്ടെത്തുവാൻ കഴിയുന്ന ഉപശീർഷക സൂചികയുള്ള മലയാളത്തിലെ ഏക ബൈബിൾ വിശുദ്ധ സത്യവേദ പുസ്തകം. ബൈബിൾ ടവർ, കുരിശുകവല, തിരുവല്ല. ഫോൺ 9287287223. ബൈബിൾ ടവർ, കോഴഞ്ചേരി. ഫോൺ 9287287224. ബൈബിൾ ടവർ, കേശവദാസപുരം, തിരുവനന്തപുരം. ഫോൺ 9287287222 എന്നിവിടങ്ങളിൽ ലഭ്യമാണ്. Bible Crown 2020. അടുത്തത് പ്രേസ് റൗണ്ടാണ്. ദൈവത്തെ സ്തുതിക്കുന്ന റൗണ്ടാണ്.
ദ പ്രൈസ് റൗണ്ട്. ഹൂ ഗോസ് ഫസ്റ്റ്? ടീനാദാസിന് ആദ്യമേ പാടാം. യെസ്. ഒരു കാര്യം, 4 മിനിറ്റ് വരെ പാടാം. 4 മിനിറ്റ് കഴിഞ്ഞ് കൂടുകയാണെങ്കിൽ മാത്രം ഞാൻ ബെല്ലടിക്കുള്ളൂ. 4 മിനിറ്റ് വരെ പാടാം. ഓക്കെ, ഗോ ഹെഡ്. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ, സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറപിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറപിടിച്ചു. താതൻ തിരുക്കരം തേടിയെത്തി, തൻ്റെ മാർവോട് ചേർത്തണച്ചു. താതൻ തിരുക്കരം തേടിയെത്തി, തൻ്റെ മാർവോട് ചേർത്തണച്ചു. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്ക അനുദിനവും എന്നെ പരനേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്ക അനുദിനവും എന്നെ പരനേ. തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിയിടുക, തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിയിടുക. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. ഗുഡ്. അടുത്ത സൗമ്യ ശാലിൻ. നല്ല ദേവനെ ഞങ്ങളെല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിയിടേണമേ, നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിയിടേണമേ. പച്ചമേച്ചയിൽ ഞങ്ങൾ മേഞ്ഞിടുവാനാ മെച്ചമായ ആഹാരത്തെ നീ നൽകിയിടേണമേ, മെച്ചമായ ആഹാരത്തെ നീ നൽകിയിടേണമേ. അന്ധകാരമായി ലോകയാത്രയിൽ ബന്ധുവായിരുന്നു വഴി കാട്ടിയിടേണമേ, ബന്ധുവായിരുന്നു വഴി കാട്ടിയിടേണമേ. ഇമ്പമേറിയ നിന്നൻപുള്ള സ്വരം മുമ്പേ നടന്നും സാധാ കേൾപ്പിക്കേണമേ, മുമ്പേ നടന്നും സാധാ കേൾപ്പിക്കേണമേ. വേദവാക്യങ്ങൾ ഞങ്ങൾക്കാദയമാവാ, വേദനാഥനേ നിന്റെ ജ്ഞാനം നൽകുകേ, വേദനാഥനേ നിന്റെ ജ്ഞാനം നൽകുകേ. സന്തോഷം സദാ ഞങ്ങൾ ചിന്തയിൽ വാഴാ,
സന്തോഷത്തെ ഞങ്ങൾക്കിന്ന് ദാനം ചെയ്യുകേ. സന്തോഷത്തെ ഞങ്ങൾക്കിന്ന് ദാനം ചെയ്യുകേ. താതനന്മനും പ്രിയ നിത്യപുത്രനും സാദരം സ്തുതി സ്വത്രമെന്നും ചൊല്ലുന്നേ. ആമേ സാദരം സ്തുതി സ്വത്രമെന്നും ചൊല്ലുന്നേ. നല്ല ദേവനേ ഞങ്ങൾ എല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. സൗമ്യ ഏത് ചർച്ചിലാണ് പോകുന്നത്? CSA ചർച്ച്. അപ്പോൾ CSA ചർച്ചിൽ ഇങ്ങനെയാണോ അത് പാടുന്നത്? അല്ല, പിന്നെ നല്ല ദേവനെ ഞങ്ങളെല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. പച്ചമേച്ചിലിൽ ഞങ്ങൾ മേഞ്ഞിടുവാനായി മെച്ചമായ ആഹാരത്തെ നീ നൽകിയിടേണമേ. അവിടെ സംഗീതമുണ്ട്, രാഗമുണ്ട്. സൗമ്യയുടെ പാട്ട് ഒരു പദ്യം ചൊല്ലുന്ന പോലെയാണ് അല്ലേ? പാട്ടിൻ്റേതായിട്ടുള്ള ആ സംഗീത ഭാഗം പാടെ വിസ്മരിച്ച് കളഞ്ഞു. ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിനെക്കാട്ടി പ്രത്യേകം എങ്ങനെ സ്തുതിച്ചാലും ദൈവം കേൾക്കുമെങ്കിലും ഒരു മത്സരം വരുമ്പോൾ പാട്ടിൻ്റെ ട്യൂൺ കൂടെ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ചുമതലയാണ്. വേറെ പാട്ടൊന്നും പുതിയ പാട്ടുകളിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, പഴയ കാലത്തെ പാട്ട്. അതോ പുതിയ പാട്ട് അറിഞ്ഞുകൂടാച്ചിട്ടാണോ ഇത് തന്നെ ആകട്ടെ വിചാരിച്ചു? കുഴപ്പമില്ല. യെസ്, ദാറ്റ് ഇസ് ഫൈൻ. പക്ഷേ ഇതാണ് അതിൻ്റെ സാങ്കേതികമായ തടസ്സം. ഒന്ന്, അതിൻ്റെ ട്യൂൺ തെറ്റാണ്. രണ്ടാമതായിട്ട് അതിൻ്റെ അവതരണം തെറ്റി. പിന്നെ പുതിയ രീതികളിലേക്ക് നാം വരുമ്പോൾ പാട്ട് എപ്പോഴും പുതിയ പാട്ടുകളാണ്. എപ്പോഴും പഴയ പാട്ട് നല്ല നല്ല പാട്ടുകളുണ്ട്, പക്ഷേ എൻ്റെ ട്യൂണ് തെറ്റിപ്പോയി. അതാണ് എൻ്റെ പ്രശ്നം. സാരമില്ല, ദാറ്റ്സ് വെരി ഗുഡ്. നമ്മൾ ഇത് സ്തുതിക്കുകയല്ലേ, നോ പ്രോബ്ലം. യെസ് ബ്ലെസ്സിനോ, വാട്ട് യു ഹാവ്? നീ എൻ സ്വന്തം, നീ എൻ പക്ഷം, നീറും വേളകളിൽ ആഴിയിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ചൂരച്ചെടിയിൻ കീഴിലും നിൻ സാന്നിധ്യമരുളും നാഥനേ. നീ എൻ സ്വന്തം, നീ എൻ പക്ഷം, നീറും വേളകളിൽ ആഴിയിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ചൂടേറുമീ മരുയാത്രയിൽ ദാഹത്താൽ എന്നാവു വരളുമ്പോൾ, ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താൽ എന്നാവു വരളുമ്പോൾ, ഹാഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനെന്നാത്മദാഹം തീർത്തിടും. ഹാഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനെന്നാത്മദാഹം തീർത്തിടും. നീ എൻ സ്വന്തം, നീ എൻ പക്ഷം, നീറും വേളകളിൽ ആഴിയിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ചതഞ്ഞ ഓടയൊടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, ചതഞ്ഞ ഓടയൊടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, വിടുതലിൻ ദൈവം എന്നേശു,
വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ വിടുതലിൻ ദൈവം എന്നേശു. നീ എൻ സ്വന്തം, നീ എൻ പക്ഷം, നീറും വേളകളിൽ ആഴിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ഗുഡ്. ആരായി പാട്ട് എഴുതുന്നറിയാമോ? പാസ്റ്റർ JV പീറ്റർ. പാസ്റ്റർ JV പീറ്റർ. JV പീറ്റർ. JV പീറ്റർ ഇപ്പോൾ എവിടെയാണ്? ഇപ്പോൾ മരിച്ചു. Alright? Very good. So, as far as the marks goes, Blessy Sarna gets 6 marks. Tina Das gets 5.5 marks. And Soumya Shalin, 3.5 marks. Marks card, scorekeepers, note ചെയ്തോ. That's the final marks. Blessy Sarna gets 6 marks. Tina Das gets 5.5. And Soumya Shalin gets 3.5 marks. That brings us to a close of the praise round. Praise round ഇവിടെ അവസാനിക്കുന്നു. Bible Count 2020. മ്യൂസിയം ഓഫ് ദി വേൾഡ് ഇന്റർനാഷണൽ തീം പാർക്ക്. ബൈബിൾ ചരിത്രത്തിന്റെ വിസ്മയ കാഴ്ചകൾ കോർത്തിണക്കിയിരിക്കുന്ന മ്യൂസിയം ഓഫ് ദി വേൾഡിൽ സൂക്ഷിച്ചിരിക്കുന്ന ബൈബിൾ ചരിത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പഴയ നിയമ വസ്തുവാണ് ടോറ. യഹൂദ പാരമ്പര്യത്തിൽ പഴയ നിയമ ഗ്രന്ഥങ്ങളെ ടോറ, നബീം, കുത്തുബീം എന്നിങ്ങനെ 3 തരംതിരിച്ചിരിക്കുന്നു. വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള 5 പുസ്തകങ്ങൾ പഞ്ചഗ്രന്ഥി എന്നും ടോറ എന്നും പഴയ നിയമകാലത്ത് യഹൂദരുടെ ഇടയിൽ അറിയപ്പെട്ടു പോരുന്നു. യഹൂദ ജനതയുടെ വേദശാസ്ത്രത്തിന്റെ അടിസ്ഥാനമായിരുന്നു ടോറ അഥവാ പഞ്ചഗ്രന്ഥി. പ്രത്യേകം രൂപപ്പെടുത്തിയ പേടകത്തിനുള്ളിൽ ചുരുളുകളായാണ് ഇവ സൂക്ഷിച്ചിരുന്നത്. പ്രധാനമായും 613 കൽപ്പനകളുടെ സഞ്ചയനമാണ് ടോറ. സർവശക്തനായ ദൈവം ഇസ്രയേൽ ജനതയ്ക്ക് മോശയിലൂടെ നൽകിയ 613 കൽപ്പനകളാണ് പ്രധാനമായും ടോറയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രയേൽ അനുഷ്ഠിക്കേണ്ട 248 കൽപ്പനകളും ഒരിക്കലും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയ 365 കൽപ്പനകളും അടങ്ങിയിരിക്കുന്നതാണ് ടോറ. യഹൂദ ആരാധനകളിലും ആചാര അനുഷ്ഠാനങ്ങളിലും ടോറ ഇന്നും സുപ്രധാന പങ്കുവഹിക്കുന്നു. എബ്രായ ഭാഷയിൽ എഴുതപ്പെട്ടതും ചുരുളുകളായി സൂക്ഷിക്കപ്പെടുന്നതുമായ ടോറ പഴയ നിയമകാല ബൈബിൾ ചരിത്ര വസ്തുക്കളുടെ നേർക്കാഴ്ചകളിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നു. പഴയ നിയമ കാലഘട്ടത്തിലെ പൗരാണിക വസ്തുക്കളിലൊന്നായ ടോറ മ്യൂസിയം ഓഫ് ദി വേൾഡിൽ കാഴ്ചക്കാരുടെ ഹൃദയങ്ങളിൽ അത്ഭുതവും ആശ്ചര്യവും നിറയ്ക്കുന്ന വസ്തുവായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് മ്യൂസിയം ഓഫ് ദി വേൾഡ് ഇന്റർനാഷണൽ തീം പാർക്ക്, പെരിങ്കൂർ, വെമ്പായം, തിരുവനന്തപുരം, കേരള, ഇന്ത്യ. ഫോൺ 0472-283-4848, 0472-283-4949. മൊബൈൽ 9495-828-444, 9495-998-555. Bible Count 2020. അടുത്തതായിട്ട് ചൂസ് ആൻഡ് ആൻസർ റൗണ്ടാണ്. നിങ്ങൾ ചൂസ് ചെയ്യുന്നോ അതോ ഞാൻ തന്നെ ചോദ്യം ചോദിച്ചാൽ മതി? ഓൾറൈറ്റ്. ചൂസ് ആൻഡ് ആൻസർ റൗണ്ട്. ചോദ്യം ചോദിക്കേണ്ടത് ടീനയിൽ നിന്നാണ്. മറ്റ് 2 റൗണ്ടിലും 2 പേര് ചോദ്യം ആരംഭിച്ചു. പീലാത്തോസ് ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്നത് ഏത് സുവിശേഷത്തിലാണ്? മത്തായിയുടെ സുവിശേഷം. ഉത്തരം വളരെ ശരിയാണ്. 5 മാർക്ക്. സൗമ്യ, യേശു ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പ്രഖ്യാപിക്കുന്ന ശിഷ്യനാരാണ്?
പത്രോസ്. പത്രോസ്. ഉത്തരം ശരിയാണ്, 5 മാർക്ക് ലഭിക്കുന്നു. യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നത് നമുക്കറിയാം. രണ്ടാമത്തെ പരീക്ഷ എന്താണ്? ദേവാലയത്തിന്റെ മുകളിൽ ചെന്നിട്ട് ചാടാൻ പറയും, എന്നിട്ട് പറയും നിന്റെ ദൂതന്മാരെ ഇങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടല്ലോ നിന്നെ സംരക്ഷിക്കാനെന്ന് പറയും. റൈറ്റ്. ബ്ലെസ്സി സാന ഗെറ്റ്സ് 5 മാർക്സ്. റൈറ്റ്. അടുത്തത് ടീനാദാസ് ആണ്. ടീനാദാസിനുള്ള ചോദ്യം: യേശു ക്രിസ്തു പരീക്ഷ കഴിഞ്ഞ് പരസ്യശുശ്രൂഷ ആരംഭിച്ചു. എന്താണ് അദ്ദേഹത്തിൻ്റെ കാതലായ പ്രസംഗ വിഷയം? മാനസാന്തരപ്പെടുവിൻ. സൗമ്യ. ദൈവരാജ്യത്തെ കുറിച്ച്. യെസ് ബ്ലെസ്സി. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. അതാണ് ശരിയായ ഉത്തരം. സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ. ടീന ഗെറ്റ്സ് -1 മാർക്ക്, സൗമ്യ ഗെറ്റ്സ് -1 മാർക്ക്, ആൻഡ് ബ്ലെസ്സി ഗെറ്റ്സ് +4 മാർക്സ്. ഓൾറൈറ്റ്. റൈറ്റ്. അടുത്ത ചോദ്യം ആരോടാണ്? സൗമ്യയോടാണോ? വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? 39. -1 മാർക്ക് ഫോർ സൗമ്യ. ഞാൻ ചോദിച്ചത് പഴയ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? മതി. 39 -1 മാർക്ക്. യെസ് ബ്ലെസ്സി. 929. 929. യു സ്റ്റഡി ഇൻ ദ ഇംഗ്ലീഷ് മീഡിയം, റൈറ്റ്? ദാറ്റ്സ് റൈറ്റ്. 929. ഇയാൾ പറഞ്ഞെന്തോ? എത്ര പുസ്തകങ്ങളുണ്ട്? പുസ്തകങ്ങളും അധ്യായങ്ങളും തമ്മിൽ വ്യത്യാസമില്ല. റൈറ്റ്. സോ സൗമ്യ ശാലിൻ ഗെറ്റ്സ് -1 and Blessy gets 4 marks. So the next question is also for Blessy. Right. പുതിയ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? 260. 260. Blessy gets 5 marks for that. That's 2 questions. The round is finished. അപ്പോൾ choose an answer roundൽ അവരുടെ മാർക്കുകൾ എങ്ങനെയാണ്? For Blessy, it's 18. Blessy Sana gets 18. For Tina, 4. Tina gets 4 marks. And for Saumya, 3. Saumya gets 3 marks. Right? Bible Count 2020. പിക്കി പിക്കി എന്ന് പറയുന്നത് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗോത്രമാണ്. കർണാടകയുടെ വടക്കൻ പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരാണ്. ഏതാണ്ട് 1.5 വർഷം മുൻപ് പിക്കി പിക്കി ഭാഷയിൽ തിരുവചനം പരിഭാഷപ്പെടുത്തിക്കൊണ്ട് അവിടെ നടക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴാണ് ദോംബ്രി ഗോത്രത്തിൽപ്പെട്ട ചില സഹോദരങ്ങൾക്ക് അവരുടെ ഭാഷയിൽ ഈ തിരുവചനം ലഭിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചത്. ഡോംബർ വർഗത്തിൽപ്പെടുന്നവരാണ്. ദോംബ്രി ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. അവരൊക്കെയും സർക്കസ് കൂടാരങ്ങളിൽ കായികാഭ്യാസികളാണ്. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ള പരിഭാഷ ആരംഭിക്കുവാൻ തക്കോണം ദൈവം മുഖാന്തരം വരും. പലപ്പോഴുമുള്ള ഒരു വലിയ പ്രയാസം, ഈ ഗോത്രങ്ങൾക്ക് ലിപിയില്ല. ഇതിലെ ജനങ്ങളെല്ലാം ചിതറിപ്പാർക്കുന്നവരാണ്. കായികാഭ്യാസികളായ സർക്കസ് കൂടാരങ്ങൾ പാർക്കുന്നവരായതുകൊണ്ട് സർക്കസ് കൂടാരങ്ങൾ മാറ്റി മാറ്റി പോകുമ്പോൾ ഇവരെല്ലാം അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് അവിടെ അങ്ങ് താമസം ആരംഭിക്കും. അപ്പോൾ 1.5 ലക്ഷം 2 ലക്ഷം വരുന്ന ഈ ഗോത്രം ഛിന്ന ഭിന്നമായിട്ട് അവരുടെ ഭാഷയും അവരോടൊപ്പം ഛിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. വ്യക്തമായിട്ടുള്ള വ്യാകരണമില്ലാത്തത് കൊണ്ട്, അക്ഷരങ്ങളില്ലാത്തത് കൊണ്ട് ഇവരുടെ ഭാഷയ്ക്ക് ഒരു ഏകോപനമില്ല. ഒരേ കാര്യത്തെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ പാർക്കുന്നവർ പല വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ നടുവിൽ തിരുവചനത്തിനെക്കുറിച്ച് അവർക്ക് അന്തർദാഹമുണ്ടെങ്കിലും അതിനെ ഏകോപിപ്പിച്ച് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. കുരിശെന്ന് പറയുന്ന ഒരു കാര്യം അവരുടെ ഗോത്രഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. സാൽവേഷൻ, രക്ഷ എന്ന് പറയുന്നത് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്.
പെന്തിക്കോസ്ത് എന്ന് പറയുന്ന അനുഭവത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അവരുടെ ഭാഷയിൽ, അവരുടെ ഗോത്രത്തിൽ, അവരുടെ സംസ്കാരത്തിൽ ഇങ്ങനെയൊന്നും അവർ ഇതുവരെയും കേട്ടിട്ടില്ല. കാരണം ഒരു വരി പോലും അച്ചടിച്ച് അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഈ 9 ഭാഷകളിൽ ബലഹീന എന്നെ ദൈവമെടുത്ത് ഉപയോഗിച്ച് പരിഭാഷപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാക്കിയ അവസ്ഥയിൽ ഈ ഭാഷകളിൽ ആദ്യമായിട്ട് അവർക്ക് നൽകപ്പെടുന്നത് ദൈവത്തിൻ്റെ തിരുവചനമാണ്. ആ വിശ്വാസികളുടെ ആഗ്രഹപ്രകാരം അവരുടെ വിശ്വാസത്തിൽ അവർക്ക് ഉറച്ചു നിൽക്കുവാനും യേശുക്രിസ്തുവിനെ അവരുടെ ജീവിതത്തിൽ കണ്ടെത്തുവാനും തക്കതിനുമാണ് അവർ ഇപ്രകാരം ആഗ്രഹിച്ചത്, അതിനു വേണ്ടിയിട്ട് അവർ അപേക്ഷിച്ചത്. പല സ്ഥലങ്ങളിലുള്ളവരെ ഏകോപിപ്പിച്ചുകൊണ്ട് അത് എല്ലാവർക്കും സ്വീകാര്യമായ പദങ്ങൾ കണ്ടുപിടിച്ച് അവർക്ക് നൽകുവാൻ തക്കതിനുവണ്ണം വളരെയധികം പ്രയാസമുണ്ടായിരുന്നുവെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് മുഖാന്തരമൊരുക്കി ആ ഡോംബർ ഗോത്രത്തിലെ വിശ്വാസികൾക്ക് ഇത് നൽകുവാൻ തക്കതിനുവണ്ണം ദൈവം കൃപ ചെയ്തു. ഇന്ത്യയിൽ ഇനിയും 200-ലധികം ഗോത്രങ്ങൾ അറിയുന്നവയും അറിയപ്പെടാത്തവയുമായിട്ടുണ്ട്. ഭാരതത്തിൻ്റെ സെൻസസിൽപ്പെടാത്ത ഒരുപാട് ഗോത്രങ്ങളുണ്ട്. അവിടെയൊക്കെയും വിശ്വാസികളുടെ ചെറിയ സമൂഹങ്ങളുമുണ്ട്. അവർക്കായിട്ട് ദൈവവചനം നൽകുവാൻ തക്കതിനുവണ്ണം ദൈവം മുഖാന്തരങ്ങൾ ഒരുക്കുവാനും അനേകരെ എഴുന്നേൽപ്പിക്കുവാനും സഹായിക്കുന്നതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കും. Bible Count 2020. So, shall we go for the Bible bumper round? Buzzer round. All right? Bible bumper round. You know, all depends. നിങ്ങൾക്ക് എല്ലാവർക്കും മറുപടി അറിയാവുന്ന ചോദ്യമാണ്. But what it depends. All right? ഇത് പൊട്ടിക്കാതെ പ്രശ്നം. Right, here comes the question. First question. അന്ധനായ ശൗലിന് കാഴ്ച നൽകുവാൻ അയക്കപ്പെട്ട ശിഷ്യൻ. Yes, Blessy. അനന്യാസ്. ഉത്തരം ശരിയാണ്. She gets 6 marks. അനന്യാസ് ഏത് രാജ്യത്താണ് ജീവിച്ചിരുന്നത്? Yes, Tina. നിർവീതി എന്ന തിരു. -1 mark for Tina. Anybody else? ശൗൽ എവിടേക്കാ പോയത്? അനന്യാസ് എവിടാ പോകുന്നത്? എത്യോപ്യയിലാണോ? പിന്നെ ശൗലിൻ്റെ അടുത്തേക്ക് പോകാൻ പറയുന്നത് എവിടുന്നാ? ഡമസ്കസിൽ. അനന്യാസ് എവിടെയാണ് ജീവിച്ചത്? അവിടെ അടുത്തല്ലേ? യെരൂശലേമിലല്ല. റൈറ്റ്. ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാഴ്ച നഷ്ടപ്പെട്ട നിമിഷം മുതൽ ശൗൽ എന്ത് ചെയ്തു? Buzzer? No bus. Yes. He was fasting for 3 days. He was fasting for 3 days. That's the right answer. Blessed Sada gets 6 marks. So next question. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്ന് ആരാണ് പ്രഖ്യാപിക്കുന്നത്? You understand that? In him there is no darkness. He is light. Who says that? I'll give you a clue. One of the apostles. John. Exactly, John. So, I gave you a clue, right? So I think I can reduce 1 mark. Or you want to give the full marks? What does scorekeeper say? മറ്റവർക്ക് ആ clue and they didn't answer. So you give us 6 marks. Where did he say that? എവിടെയാണ് അത് പറഞ്ഞത്? പറഞ്ഞെന്ന് പറയുമ്പോൾ ഒന്നിൽ സുവിശേഷമായിരിക്കണം, അല്ലെങ്കിൽ ചുമ്മാ വിളിച്ചു പറയുന്നതായിരിക്കണം. ടീനയ്ക്ക് ഓർമ്മയില്ലേ?
How about Soumya? Yes. Do you remember where he said that? Yes or no? No. 1 John. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം. Right. പ്രധാനിയാകുവാൻ ആഗ്രഹിച്ച് മറ്റാരെയും കൂട്ടാക്കാതിരുന്ന വ്യക്തി ആരെന്നാണ് യോഹന്നാൻ പറയുന്നത്. ഒരു സഭയിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് മുകളിലുള്ള ആരെയും വകവെക്കാതിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ പറയുന്നു. എൻ്റെ പേരെന്താണ്? You want to become an important person. And so you never bother about anybody, never obeyed anybody. Who is that person? Yes, tell me. താദാസ്. No. Diotrephes. കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? 1 യോഹന്നാനിൽ കാണാൻ കഴിയും. Diotrephes. Right. That brings us to the end of the Bible bumper round. അടുത്തത് റാപ്പിഡ് റീഡിംഗ് റൗണ്ടാണ്. ഹാൻഡ്സ് ഓൺ യുവർ ബൈബിൾസ്. ബൈബിൾ എടുത്തു. തീത്തോസ് 2:11. രണ്ടുപേരും ഒരുപോലെ വായിച്ചു. 1.5 മാർക്ക് വീതം. ന്യായമാണ്. Very good. So Tina Das gets 1.5 marks. Blessy Sayana gets 1.5 marks. Right? Hands on your Bibles. Ready? Habakkuk 2:14. Again say 1.5 marks for Tina Das and 1.5 marks for Blessy Sayana. പക്ഷേ ടീന വായന നിർത്തരുത്, കണ്ടിന്യൂ ചെയ്യണം. നീ വായിക്കുമ്പോൾ മൈക്കെടുത്ത് വായിച്ചിട്ട് രണ്ടുപേരും വായിക്കണം, മൈക്കെടുത്ത് വായിക്കണം. ഓൾ റൈറ്റ്. ആൻഡ് ദ ലാസ്റ്റ് വൺ സക്കറിയാവ് 12:8. ആ നാളിൽ യഹോവ യെരൂശലേം നിവാസികളെ പരിച കൊണ്ട് മറയ്ക്കും. അവരുടെ ഇടയിലെ ബലഹീനൻ ആ നാളിൽ ദാവീദിനെ പോലെ ആയിരിക്കും. ദാവീദ് ഗ്രഹം ദൈവത്തെ പോലെയും അവരുടെ മുൻപിലുള്ള യഹോവയുടെ ദൂതനെ പോലെയും ആയിരിക്കും. വായിച്ചത് ശരിയാണോ? Exactly. 3 marks. അവസാനം ടീനയ്ക്ക് അത് പിടികിട്ടില്ല, അപ്പോഴത്തേക്കും ഇവിടെ വായന കഴിഞ്ഞു അല്ലേ? സൗമ്യ അവർ വായിച്ചോട്ടെന്ന് വിചാരിച്ചല്ലേ? That's very good. So here we come to the end of the Bible bumper round. A very crucial round. നിർണായകമായ ഒരു റൗണ്ടായിരുന്നു. ആദ്യ റൗണ്ടിൽ കിട്ടയുള്ള മത്സരമായിരുന്നു. പിന്നെ മത്സരം കുറഞ്ഞു വന്നു, മൈനസിലേക്ക് വന്നു. അവസാനം let's see what's the score. Blessy Sayana 24. Blessy Sayana 24. Tina Das 2. Tina Das gets 2 marks. And Soumya -1. And Soumya gets -1. Now let's go for the scorecard. അതിന് മുമ്പായിട്ട് ഈ മത്സരത്തിൽ ഓരോ റൗണ്ടിൽ നിന്നും 2 പേരെ അല്ല തിരഞ്ഞെടുക്കുന്നു. മൊത്തം മത്സരിക്കുന്ന എല്ലാ മത്സരാർത്ഥികളിൽ നിന്നും ഒലിവ് റൗണ്ടിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്ന ഒരു നിശ്ചിത നമ്പർ ഓഫ് കോണ്ടസ്റ്റന്റിനെയാണ് അടുത്ത സീനിയർ റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ 2 or 3 ആയാലൊന്നും പ്രശ്നമില്ല. നിങ്ങളുടെ ടോട്ടൽ മാർക്സ് ആണ് നോക്കുന്നത്. നിങ്ങളെന്ന് പറയുമ്പോൾ ഒലിവ് റൗണ്ടിൽ മത്സരിച്ച എല്ലാ മത്സരാർത്ഥികളുടെയും മാർക്കുകൾ പരിശോധിച്ച് അതിൽ ആദ്യമായി വരുന്ന 25, 30, 40 ഡിപ്പെൻസ്. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് 3-ാമത്തെ റൗണ്ടായ സൈനിയർ റൗണ്ടിൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും അവസരം ഉണ്ട്. ആൻഡ് ഇവിടെ ഈ റൗണ്ടിൽ ഈ സ്റ്റേജിൽ പ്രത്യേകിച്ച് സമ്മാനത്തുക ഇരട്ടിയാണ്, നേരത്തെ അറിയിച്ചിരുന്നത് പോലെ. റൈറ്റ്? യെസ്, ടെൽ മീ. താങ്ക് യു. It's a very, very tough show. Blessy Sayana gets 67 marks. Congratulations. Closely followed by Tina Das, 40.5. And Soumya, Paragilalla, 30.5. Blessy Sayana 67, Tina Das 40.5, and Soumya 30.5. കൺഗ്രാജുലേഷൻസ്. ഓരോരുത്തരായിട്ട് വന്ന് സമ്മാനം ഏറ്റുവാങ്ങും. റൈറ്റ്?
Yes, Blessy, come. Congratulations. Keep it up. Right. Yes, Tina. Happy or no? All the best. Come. പിടിച്ചെടുക്കാൻ പറ്റും. All right. All the best. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ബൈബിൾ ക്രൗൺ 2020 ദൈവവചനത്തിന്റെ നാനാതലങ്ങളിലേക്ക് പ്രകാശം പരത്തുന്ന ബൈബിൾ ക്രൗൺ 2020 പ്രേക്ഷകരെ ദൈവാനുഭവങ്ങളാൽ പ്രശോഭിതമാക്കട്ടെ. മാനാഷ് മാത്യു, ജിൻസി മാത്യു ആൻഡ് ഫാമിലി, ന്യൂയോർക്ക്. ബൈബിൾ ക്രൗൺ 2020 ദി ലീനാറീസ ഫാമിലി dedicates with the prayers Bible Crown 2020 for the promotion and propagation of the Word of God.